ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബീഫ് തിക്ക് കറിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ ടേസ്റ്റിയായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി. അതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുക്കറിലേക്ക് ക്ലീൻ ചെയ്ത ബീഫ് ഇട്ട് കൊടുത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിയില, 2 പച്ചമുളക് കട്ട് ചെയ്യാതെ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് ഗാർലിക്, പാകത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ച് കൈകൊണ്ട് തന്നെ നന്നായി തിരുമ്മി മിക്സാക്കുക. ബീഫ് വേകാൻ പാകത്തിൽ വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കാം. ഞാൻ ചെറു ചൂടുവെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു കട്ടിയുള്ള, അപ്പോൾ അത് അവിടെ സൈഡായിട്ട് വെന്ത് വരട്ടെ. നമുക്ക് നെക്സ്റ്റ് മസാല ഒക്കെ സെറ്റാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു കട്ടിയുള്ള പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 4 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് 1 കിലോ ബീഫിലേക്ക് 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു ബ്രൗൺ കളറാവണം കേട്ടോ. അതിനുശേഷം അതിലേക്ക് 5 പച്ചമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകും കൂടിയിട്ടൊന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ഈ സവാളയിലേക്ക് 2 തക്കാളി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ തക്കാളി നന്നായി മെൽട്ടാവണം കേട്ടോ, ഉടഞ്ഞ് വരണം. എന്നാലാണ് അത് ഈ കറിയുടെ ടേസ്റ്റിന് ശരിക്കും നമുക്ക് കിട്ടുള്ളൂ. ചില കറികളിലൊക്കെ ഉണ്ടാവും തക്കാളിയൊക്കെ അതേപോലെ തന്നെ കിടക്കും, അതൊരു രസം ഉണ്ടാവില്ല. അപ്പോൾ മെൽട്ടായതിനു ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊതിനയും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം. പിന്നെ ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, അതൊക്കെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടി മിക്സ് ആക്കുക കേട്ടോ. അപ്പോൾ നന്നായി മസാല മിക്സ് ആയതിനു ശേഷം വേവിച്ച ബീഫില്ലേ, അത് നമ്മൾ ആ ഗ്രേവി കൊടുക്കാൻ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലാണ് ആ കറിയുടെ ശരിക്കുള്ളൊരു ലെവൽ നമുക്ക് കിട്ടുള്ളൂ. ഗാർണിഷിനായിട്ട് കുറച്ച് മല്ലിപ്പൊതിനയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നന്നായി മിക്സ് ആയതിനു ശേഷം നമ്മുടെ കറിയൊക്കെ ഏകദേശം സെറ്റായി വരും കേട്ടോ. കറിയൊക്കെ സെറ്റായി വന്നാൽ ഇതിൻ്റെ കോംബോ എന്താണെന്ന് നോക്കാം. പത്തിരി, നെയ്ച്ചോറ്, പൊറോട്ടയുടെ കൂടെ അടിപൊളി കോംബോയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.